നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഒരു ലോങ് വീഡിയോ എടുക്കാമായിരുന്നു. ഒരു സൺഡേ വ്ളോഗായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ എന്ന് തോന്നി. അങ്ങനെ കുറേ ദിവസമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ്, ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ, ഒരു ടീ ഷോപ്പ്. അപ്പോൾ നമ്മളെ വയലിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ടീ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടുത്തെ സ്നാക്സ് ഒക്കെ കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി. അങ്ങനെ തന്നെ നേരെ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെന്നൊന്ന് വഴിയൊന്ന് തെറ്റിയെങ്കിലും പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഗൂഗിൾ മാപ്പൊക്കെ നോക്കി അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം അപ്പുറവും ഇപ്പുറവും എല്ലാം നല്ല വയലും നല്ലൊരു വൈബ് പിടിച്ച സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, നമ്മളെ കൊല്ലത്ത് ഒമേനെല്ലൂർ വയലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ റീൽസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ താണ്ടേ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. പോയപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. എൻ്റെ പൊന്നു താണ്ട വഴി നീളേ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണം. ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി കേട്ടോ. ഈ ഒരു പാർക്കിംഗ് കണ്ടും ആളുകളുടെ തിരക്ക് കണ്ടും നമ്മൾ ഏതോ ഇല്ല ബീച്ചിൻ്റെ അടുത്തൊക്കെ ചെന്നൊരു ഫീലായിരുന്നു കേട്ടോ. ആ വയലിൻ്റെ അടുത്ത് ഫുള്ള് ബ്ലോക്കും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് താണ്ടെ കുറേ വണ്ടികൾ അവിടെയും തൊട്ട് ഇവിടം വരെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ആദ്യം ഒരു സ്ഥലം കിട്ടിയില്ല. പിന്നെ നമ്മൾ സ്ഥലമൊക്കെ കണ്ടെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം താണ്ടെ പോവാണ്. താണ്ടെ അവിടുത്തെ നെൽപ്പാടങ്ങളാണ്. കുറേയൊക്കെ വിളഞ്ഞു കിടപ്പുണ്ട്, കുറേയൊക്കെ താണ്ടെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ ഇരുന്ന് ആ ചായയും ആ സ്നാക്സും ഒക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീ ഷോപ്പാണ് കേട്ടോ, ടീ ഹൗസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഈ കണ്ണാടി ചില്ലിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ, ഇതൊക്കെ കൂന്തൽ നിറച്ചത്, സമൂസ, കാടമുട്ട മസാല, പിന്നെ നമ്മൾ കൂന്തലിൻ്റെ തലയുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തത്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇത് തുടങ്ങുന്നവർ 4 മണി തൊട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളൊരു 5 മണിയപ്പോൾ ചെന്നപ്പോഴേ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരുന്നു. പിന്നെ ദാണ്ട് ഈ ഒരു കൂന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ കൂന്തൽ നിറച്ചത് കഴിക്കാൻ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കൂന്തൽ നിറച്ചത് കഴിക്കുന്നത്. നമ്മളെ കൊല്ലത്തൊന്നും അങ്ങനെ ഇവിടെയൊന്നും കിട്ടാത്തൊരു ഐറ്റമാണ് ഈ കൂന്തൽ നിറച്ചത്. അങ്ങനെ ദാണ്ട് അത് കഴിച്ചു. അത്യാവശ്യം നല്ല എരിയും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അയൽക്കുട്ടിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ല എരി ഉണ്ടായിരുന്നു. പിന്നെ അവന് നമ്മളെ എന്താ കായ്പോളെ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ബീഫില്ല, അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു. അത് അവന് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ കൂടെ ദാട്ടെ ഒരു നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതും എല്ലാം കഴിഞ്ഞപ്പോഴാണ് അടുത്ത സെക്ഷൻ തന്നെ അവർ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് നമ്മൾ നല്ല പോക്കറ്റ് ഷവർമയായിരുന്നു, നല്ല മൊഴിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കഴിച്ചു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം കഴിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ അതിനകത്തുള്ള എല്ലാ ഐറ്റംസ് ഒക്കെ കഴിച്ചു. പക്ഷേ ഒരു ഐറ്റം വന്നിട്ടില്ല, മൊമോസ്. അതിന് വരണമെങ്കിൽ 7 മണിയൊക്കെ ആകുമെന്ന് കരുതി. എന്തായാലും നമ്മൾ വന്നേ ഇല്ലയോ, അതും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ വയലിൻ്റെ അടുത്തോട്ട് തന്നെ ആളുകൾ മൊത്തം ഫോട്ടോ എടുക്കാനും എല്ലാം ഭയങ്കര വൈബായിട്ടുള്ള ഒരു അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം, നല്ല അടിപൊളി വൈബ് പിടിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ദാണ്ട് 7 മണിയൊക്കെ 6 മണിയൊക്കെ ആവാറായപ്പോഴേ വീണ്ടും തിരക്ക് തുടങ്ങി. കണ്ടില്ലേ, വണ്ടികൾ ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്തൊരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ദാണ്ട് ഇരുട്ടായിരുന്നു. പിന്നെ ഉള്ള വെളിച്ചത്തിലൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ അതും കൂടെ കഴിച്ചപ്പോഴേക്കും ഇന്നലത്തെ സ്പെഷ്യലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെയും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, പക്ഷേ നമ്മൾ പോയ ദിവസം അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഹാപ്പിയായി തിരിച്ചു പോയിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.